ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അന്തരിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ. വിടവാങ്ങിയത് മലയാളിയെ ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടുകർമ്മം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ജനുവരി 14-ന് തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് ഇടത് കൈയുടെ എല്ല് പൊട്ടി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. എടവിലങ്ങ് കാരയിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. അമോണിയം പ്ലാന്റിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ച ഉണ്ടായത്. അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. വാർത്തകൾ വിശദമായി. അന്തരിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഡയാലിസിസ് ചെയ്യാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. എറണാകുളം കണ്ടനാട്ടെ വീട്ടിലും എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പത്മശ്രീ ഭരത് മമ്മൂട്ടി, പത്മഭൂഷൺ ഭരത് മോഹൻലാൽ, സത്യൻ അന്തിക്കാട് തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയെയാണ് ശ്രീനിവാസന്റെ വിയോഗത്തോടെ നഷ്ടമാകുന്നത്. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ മേമ്പുടി ചാലിച്ച് അവതരിപ്പിച്ച ശ്രീനിവാസന്റെ രചനകൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പ്രഭമങ്ങാതെ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നതാണ്. 1956 ഏപ്രിൽ 4-ന് തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തായിരുന്നു ജനനം. കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ NSS കോളേജിലുമാണ് പഠിച്ചത്. പിന്നീട് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ നേടി. സൂപ്പർതാരം രജനീകാന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠിയായിരുന്നു. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. എന്തിനാ നമുക്ക് അവരൊക്കെ തരുന്നത്? അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. 1984 ഓടരുതമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥ എഴുതി രചനാരംഗത്തേക്കും കടന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണമന്ത്രം, ഗോളാന്തര വാർത്ത, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തു മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്.
അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി. നൊമ്പരങ്ങളുടെ നനവ് പുരട്ടിയ നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ആവിഷ്കരിച്ചവയാണ് ശ്രീനിവാസൻ സിനിമകൾ. മലയാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ നേർക്കാഴ്ചകൾ പ്രതിഫലിച്ച സിനിമകൾ പ്രേക്ഷക മനസ്സിൽ ഒരിക്കലും അരങ്ങൊഴിയുന്നില്ല. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിൽ ഒന്നാണ്. TP ബാലഗോപാലൻ MA ആണ് ഈ കൂട്ടുകെട്ടിലെ ആദ്യ ചിത്രം. നാടോടിക്കാറ്റ്, സന്ദേശം, വരവേൽപ്പ്, തലയണമന്ത്രം തുടങ്ങി ഞാൻ പ്രകാശൻ വരെയുള്ള ചിത്രങ്ങൾ സത്യൻ ശ്രീനി രസതന്ത്രത്തിന്റെ വിജയക്കൂട്ടായി മലയാളികൾ ഏറ്റെടുത്തു. ഡബ്ബിങ്ങിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് ശ്രീനിവാസൻ. മമ്മൂട്ടിക്ക് വേണ്ടി വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, മേള എന്നീ ചിത്രങ്ങൾക്ക് ശബ്ദം നൽകി. തമിഴ്നടൻ ത്യാഗരാജനായി ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനും ഡബ്ബ് ചെയ്തു. സിനിമയ്ക്ക് പുറത്തെ നിലപാടുകളിലും ശ്രീനിവാസന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ടായിരുന്നു. ഒടുവിൽ പറയാനേറെ കഥകൾ ബാക്കിവെച്ച് മലയാളത്തിന്റെ ശ്രീനി വിടവാങ്ങുമ്പോൾ നാട്ടുവഴികളുടെ മാമ്പൂ മണം നിറഞ്ഞ ഓർമ്മകൾ എന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് TCV. സമകാലിക കേരളത്തിൽ ഏറെ പ്രസക്തമാണ് ശ്രീനിവാസന്റെ രചനകളെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് അനുസ്മരിച്ചു. ശ്രീ കുറേ നാളായിട്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു. എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയുടെ പന്തൽക്കാൽ നാട്ടുകർമ്മം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിച്ചു. ചലച്ചിത്ര നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മൗനമാചരിച്ച ശേഷം നടന്ന യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, MLA മാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തേക്കിൻകാട് മൈതാനിയിലെ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് പ്രധാന വേദി ഒരുക്കുന്നത്. മുഖ്യവേദി ഉൾപ്പെടെ നഗരത്തിലെ 25 വേദികളിലായാണ് ജനുവരി 14 മുതൽ 18 വരെയുള്ള 5 ദിവസങ്ങളിൽ സംസ്ഥാന കലോത്സവം അരങ്ങേറുക. 14,000-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 96 ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 105 ഇനങ്ങളിലും സംസ്കൃത വിഭാഗത്തിൽ 19 ഇനങ്ങളിലും അറബിക് വിഭാഗത്തിൽ 19 ഇനങ്ങളിലുമായി മത്സരങ്ങൾ അരങ്ങേറും. കാൽനാട്ടുകർമ്മം നടന്ന മുഖ്യവേദി ഉൾപ്പെടെ 25 വേദികളും ജനുവരി 10-നകം സജ്ജമാകുന്ന വിധമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണ നേതൃമാറ്റത്തെ തുടർന്ന് ആഗസ്റ്റ് 12-ന് രൂപീകരിച്ച സ്വാഗത സംഘം പുനഃസംഘടിപ്പിക്കും. കലോത്സവത്തിന്റെ സമാപന ദിവസമായ ജനുവരി 18-ന് നടക്കുന്ന സമ്മേളനത്തിൽ ചലച്ചിത്ര നടൻ മോഹൻലാൽ പങ്കെടുക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. പന്തൽ കാൽനാട്ട് ചടങ്ങിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘാടക സമിതി യോഗം ചേർന്നു. TCV തൃശൂർ. 64ാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി 14-ന് രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 18-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയാകുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ശിവൻകുട്ടി. തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. ജനുവരി 14 രാവിലെ 10 മണിക്ക് 1-ാം വേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്തിൽ വെച്ച് കലോത്സവത്തിന് തിരിതെടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജനുവരി 18-ന് സമാപന സമ്മേളനം നടക്കും. മുഖ്യാതിഥിയായി മലയാളത്തിൻ്റെ അഭിമാനമായ താരം പത്മഭൂഷൺ മോഹൻലാൽ പങ്കെടുക്കും. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന രീതിയിൽ ഈ കലോത്സവത്തെ ഒരു വലിയ വിജയമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്ത് മോഹിനിയാട്ടം, ഭരതനാട്യം, നാടോടി നൃത്തം തുടങ്ങിയവയാണ് അരങ്ങേറുക.
സംസ്കൃത കലോത്സവം 13-ാം വേദിയായ ജവഹർ ബാലഭവനിൽ നടക്കും. അറബിക് കലോത്സവം 16-17 വേദികളായ CMSHSSൽ നടക്കും. പാലസ് ഗ്രൗണ്ടിലാണ് മത്സരാർത്ഥികൾക്കും അതിഥികൾക്കുമായുള്ള ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSSൽ രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. ഗവൺമെന്റ് മോഡൽ GVHSSലാണ് പ്രോഗ്രാം ഓഫീസ്. 5 ദിവസങ്ങളിലായി 239 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിന്റെ സമ്പന്നമായ കലാപൈതൃകവും തൃശൂരിന്റെ സാംസ്കാരിക ഐക്യചിഹ്നങ്ങളും സംയോജിപ്പിച്ച് തയ്യാറാക്കിയ ലോഗോയുടെ പ്രകാശനം മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു. കലോത്സവത്തിന്റെ വിവിധ മത്സരങ്ങളും വേദികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഷെഡ്യൂളിന്റെ പ്രകാശനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സ്കൂൾ കലോത്സവത്തിലെ മാധ്യമ അവാർഡുകൾ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. കുട്ടികൾക്കെതിരായ ശാരീരിക പീഡനങ്ങൾക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ രാമനിലയത്തിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം ചാത്തനാംകുളത്തും ഈരാറ്റുപേട്ടയിലും വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കുട്ടികൾക്കെതിരായ ശാരീരിക പീഡനങ്ങൾക്കെതിരെ സർക്കാർ സീറോ ടോളറൻസ് നയമാണ് സ്വീകരിക്കുന്നത്. കുട്ടികൾക്ക് അവധിക്കാലം എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് കളിക്കാനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ്. അവധിക്കാല ക്ലാസ്സുകൾ കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ അധ്യയന വർഷത്തെ അവധിക്കാലത്ത് കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സ്കൂൾ അധികൃതർ അറിയിപ്പുകൾ നൽകിയതായി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും എനിക്ക് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അവധിക്കാലം ആഘോഷിക്കാനുള്ളതാണ്. നീണ്ട അധ്യയന കാലയളവിന് ശേഷം കുട്ടികൾക്ക് ലഭിക്കുന്ന ഇടവേളയാണിത്. അത് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കളിച്ചും ചിരിച്ചും ആഘോഷിക്കുവാൻ അവർക്ക് കഴിയണം. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥയും നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. തുടർച്ചയായ പഠനഭാരം അവരുടെ സർഗാത്മകതയെയും മാനസിക ഉല്ലാസത്തെയും ബാധിക്കരുത്. പഠനം ആസ്വാദ്യകരമാകണം. വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ പഠനം ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. അതിന് മതിയായ വിനോദവും വിശ്രമവും അത്യാവശ്യമാണ്. അധ്യാപകരോട് പറയാനുള്ളത്, ഒരു കുട്ടിയുടെ വളർച്ചയിൽ വിനോദത്തിനും വിശ്രമത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളവരും അത് നന്നായി അറിയാവുന്നവരുമാണ് നമ്മുടെ അധ്യാപകർ. ഈ അവസരത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കണമെന്ന് അവരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇടവേള. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട നിലയുണ്ടായാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായാണ് പരാതി നൽകിയതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. പരാതി നൽകിയതിലെ കാലതാമസവും ചോദ്യം ചെയ്തു. ഈ വാദങ്ങളെ എതിർത്ത പ്രോസിക്യൂഷൻ സംവിധായകൻ ചെയ്ത അതീവ ഗൌരവമുള്ള കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി സംഭവത്തിനുശേഷം പരാതിക്കാരിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു.
കുടുംബാംഗങ്ങളോട് ആലോചിച്ച ശേഷമാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇത്തരം കാരണങ്ങളാലാണ് പരാതി നൽകാൻ വൈകിയതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്കായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുൻപാകെ വേണം ആദ്യ അംഗം പ്രതിജ്ഞയെടുക്കേണ്ടത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ജില്ലാ കളക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുനിസിപ്പൽ കൗൺസിലുകളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള വരണാധികാരികൾ വേണം ആദ്യ അംഗത്തെ പ്രതിജ്ഞയെടുപ്പിക്കേണ്ടത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗമായിരിക്കും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. ഈ യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. വോട്ടവകാശമുള്ള അംഗങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയാണ് ക്വാറം വേണ്ടത്. ക്വാറമില്ലെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം യോഗം ചേർന്ന് ക്വാറമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താം. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് ഇടതുകൈയുടെ എല്ല് പൊട്ടി. തട്ടുകടയും അക്രമി തല്ലി തകർത്തു. വടക്കേനടയിൽ മാഞ്ചിറ റോഡിൽ 7 വർഷത്തോളമായി മുല്ലപ്പൂവും പൂജാസാധനങ്ങളും വിൽപ്പന നടത്തുന്ന ചാവക്കാട് തിരുവത്ര ചീരമ്പത്ത് രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. തെരുവിൽ കഴിയുന്നവർ കഴിഞ്ഞ ദിവസം നടപ്പാതയിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് രാജേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു. പിറ്റേന്ന് കട വിസർജ്യ വസ്തുക്കളാൽ മലിനമാക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേലെ മലം കൊടുന്നിട്ട് അങ്ങനെ വൃത്തിഹീനാക്ക് ഇതൊക്കെ ചെയ്തു. ഞാൻ എന്നാ അതിനെ പറ്റി യാതൊരു ഇതും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കാരണം ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തു. ഇതിന്റെ എല്ലാ ഇതും കൊണ്ടുവന്നിരുന്ന ആ രംഗങ്ങളും എല്ലാം ആയിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഇരുമ്പ് പൈപ്പ് കൊണ്ടുവന്നിട്ട് അടിക്കാണ് ഉണ്ടായത്. ആദ്യം ഞാൻ വലത്തെ കൈ കൊണ്ട് തടഞ്ഞു. വലത്തെ കൈയിന് പരിക്ക് പറ്റി. പിന്നെ ഇടത്തെ കൈ കൊണ്ട് തടഞ്ഞു. ആ ഇടത്തെ കൈയിന്റെ എല്ല് പൊട്ടി. പിന്നീട് അവന്റെ പുറകെ വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിൽ എന്റെ പിന്നാലെ ഓടി വരികയായിരുന്നു. ഞാൻ ഓടി. കഴിഞ്ഞ 12-ന് പുലർച്ചെ 3 മണിയോടെ ഇരുമ്പു പൈപ്പുമായി എത്തിയ അക്രമി മർദ്ദിക്കുന്നതും കട തല്ലി തകർക്കുന്നതും നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിട്ട ഡ്യൂട്ടിയാണ് കാരണമായി പോലീസ് പറഞ്ഞത്. എന്നാൽ മർദ്ദന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് രാജേന്ദ്രനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. ക്ഷേത്രനടയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർ മാരകായുധങ്ങളുമായി ആക്രമണത്തിന് മുതിരുന്നതായി വ്യാപക പരാതിയുണ്ട്. ഗുരുവായൂർ നഗരസഭയിലെ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച രാവിലെ 10-ന് നഗരസഭ ടൗൺ ഹാളിൽ നടക്കും. വരണാധികാരി വിജയകുമാർ, മുതിർന്ന അംഗം AT ഹംസയ്ക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പിന്നീട് മറ്റംഗങ്ങളെ AT ഹംസ സത്യപ്രതിജ്ഞ ചൊല്ലിക്കും. 46 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുക. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. എടവിലങ്ങ് കാരയിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. കാര സെന്ററിലുള്ള ശ്രീ അംബിക ഐസ് പ്ലാന്റിലെ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ച ഉണ്ടായത്. ശനിയാഴ്ച ഉച്ച മുതൽ അമോണിയം ചോർന്നു തുടങ്ങിയിരുന്നുവെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ വൈകുന്നേരമായതോടെ അന്തരീക്ഷത്തിൽ രൂക്ഷഗന്ധമുയർന്നു. തുടർന്ന് ഐസ് പ്ലാന്റ് ജീവനക്കാർ അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധകമായില്ലെന്ന് CPM വിലയിരുത്തൽ. അതേസമയം ന്യൂനപക്ഷങ്ങൾ UDF-നെ തുണച്ചതായും പാർട്ടി വിലയിരുത്തുന്നു. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗത്തിലാണ് വിലയിരുത്തൽ. വോട്ട് കണക്കുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ച യോഗങ്ങളിലുണ്ടായി. LDF-ന് ലഭിച്ച വോട്ടുകളും നഷ്ടപ്പെട്ട വോട്ടുകളും പരിശോധിച്ചു. ക്രൈസ്തവ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായെന്ന് പാർട്ടി വിലയിരുത്തി. വർഗീയ ശക്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടിയുണ്ടായി. എന്നാൽ ശബരിമലയിലെ വിവാദങ്ങൾ ബാധിച്ചില്ല. ക്ഷേത്രനഗരികളിൽ ഇടതുമുന്നണിക്കുണ്ടായ വിജയമാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും പാർട്ടി കരുതുന്നു. ജില്ലാ പഞ്ചായത്തിലെ നേട്ടവും നിയോജകമണ്ഡലം തലങ്ങളിലെ വോട്ട് കണക്കും വിലയിരുത്തിയാണ് ഈ നിഗമനം.
സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുകൾ ഉണ്ടായി, സംഘടനാതലത്തിൽ വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു. കോർപ്പറേഷനിലെ തിരിച്ചടിക്ക് മേയർ MK വർഗീസിന്റെ പ്രവർത്തനങ്ങളും കാരണമായതായി CPM നേതൃയോഗം വിലയിരുത്തുന്നു. TCV ന്യൂസ്, തൃശൂർ. പഴുവിൽ വെസ്റ്റ് വീട്ടിലെ അടുക്കളയിൽ യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വലിയകത്ത് വീട്ടിൽ 38 വയസ്സുള്ള സുൽഫത്താണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. തൃപ്രയാറിൽ തയ്യൽ കട നടത്തുന്ന സുൽഫത്ത് വീട്ടിലിരുന്ന് തുന്നിയ വസ്ത്രങ്ങൾ കടയിൽ നൽകാൻ ഭർത്താവ് ഹനീഫയും മകളും പോയതിനാൽ സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തുന്നിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വീട്ടിലെത്തിയ അയൽവാസി വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നി അടുത്തുള്ള ബന്ധുക്കളെ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് അടുക്കള ഭാഗത്തെ വാതിൽ തള്ളി തുറന്നപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒഴിഞ്ഞ മണ്ണെണ്ണ കുപ്പി സമീപത്ത് നിന്ന് കണ്ടെത്തി. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥിനികളെ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന പരാതിയിൽ കണ്ടക്ടർക്കെതിരെ നടപടി. KSRTC തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ കണ്ടക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികൾ ഐശ്വര്യ S. നായർ, ആൽഫ P. ജോർജ് എന്നിവർക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ചാലക്കുടി പൊങ്ങത്ത് ബസ് നിർത്തി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് പരാതി. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സു തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും തണലില്ലാതെ സ്വന്തം നിലയിൽ വളർത്തിയെടുത്ത പൊതുസേവനമാണ് ML റൂസിയുടെ കൈമുതൽ. ഒരംഗത്തിനുകൂടി ബാല്യമുണ്ടെന്നും അന്നും താൻ വിജയിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്ന ആത്മവിശ്വാസമാണ് റൂസിയുടെ വിജയരഹസ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോൽവി എന്തെന്നറിയാത്ത 3 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ യാത്ര. ഇതാണ് തൃശൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ML റോസിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പ്രായം തളർത്താത്ത രാഷ്ട്രീയ പോരാളി. ഇതാണ് ML റോസി ചേച്ചി. ഇത്രയും വർഷമായിട്ട് തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു രഹസ്യം എന്താണ് ചേച്ചി? ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ജനങ്ങളുമായിട്ടുള്ള ഇടപെടലാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ജനം ഒരിക്കലും എന്നെ കൈ മാറിയിട്ടില്ല, പിന്മാറിയിട്ടില്ല. ഇപ്പോഴും അവരുടെ കൂടെ എന്നുള്ള ബോധ്യം അവരിലുണ്ട്. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 72 വയസ്സ്. അപ്പോൾ കോർപ്പറേഷനിൽ ഇത്രയും വർഷങ്ങളായിട്ടുള്ളൊരു അംഗമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വികസനത്തെ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതായത് പ്രാദേശികം വരുന്ന ഞങ്ങളുടെ ഡിവിഷനിലേക്ക് എന്തൊക്കെയാണ് വികസനം വേണ്ടത് എന്ന് ആരാഞ്ഞുകൊണ്ട് അതിനെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് വികസന പരിപാടികൾ എന്ന് നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ രാഷ്ട്രീയമില്ല. ഇനി ആരെന്ത് പറഞ്ഞു തന്നാലും, വെള്ളമായാലും വെളിച്ചമായാലും റോഡായാലും മാലിന്യമായാലും ഇതെല്ലാം അതാത് സമയത്ത് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനോപകാരമായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കാണിക്കും. അത് നടപ്പിലാക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന യുവതലമുറയ്ക്ക് ചേച്ചി ശരിക്കും ഒരു മാതൃകയാണ്. ഇപ്പോൾ മൊത്തം ഒരു എത്ര വർഷമായി ഒരു രാഷ്ട്രീയ ജീവിതം? ഞാൻ തുടക്കം മുതലേ 95 മുതൽ. കാരണം ഞാൻ കുറേ ഫീൽഡ് വർക്ക്, സോഷ്യൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ എനിക്ക് പണ്ടേ ഒരു നല്ല ഹരായിരുന്നു. അതിലൂടെയാണ് ഇതൊക്കെ നേരിടുന്നത്. ഇപ്പോഴും പുതിയ കൗൺസിലേഴ്സ് വരുമ്പോൾ പറയാണ്, എല്ലാവരും അവരോട് പറഞ്ഞു കൊടുക്കുന്നത് റോസ് ചേച്ചിയെ മാതൃകയായിട്ട് അവരെന്താണ് ചെയ്തതെങ്കിൽ ഒന്ന് ചോദിച്ചറിയുക. അതനുസരിച്ച് എല്ലാ കൽപ്പടകളും കയറി വരാനും സാധ്യതയുണ്ട് എന്ന് ബോധ്യം. ഞാൻ എന്നെ അറിയുന്ന വിധത്തിലൊക്കെ അവരെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരാൻ ഞാൻ ഒരുക്കാണ്. ഇനിയിപ്പോൾ എന്ത് പുതിയതായിട്ട് എന്ത് വികസനമാണ് ഈ കാളത്തോടിലേക്ക് കൊണ്ടുവരുന്നത്? ഇനി കാളത്തോട് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളത് ഒരു പെലെ ഗ്രൗണ്ടുണ്ട്. അതിന് നമുക്ക് ഒരാളിൽ നിക്ഷിപ്തമല്ല, സംസ്ഥാന ഗവൺമെൻറ്റും തൃശ്ശൂർ കോർപ്പറേഷൻ നൽകുന്ന അതാത് കാലഘട്ടത്തിൽ നൽകുന്ന വികസനത്തിൻ്റെ കാര്യമായി തരുന്ന തുക കൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മൾ പ്രവൃത്തികൾ ആരംഭിക്കുന്നു. അതിനുപരി കഴിഞ്ഞ ബഡ്ജറ്റിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 110 മീറ്റർ ഗാലറിയും 24 കടമുറികളും ഇപ്പോൾ അധികം വൈകാതെ തന്നെ പണി തുടങ്ങും. 1500 കോടിയുടെ വികസനങ്ങളെ എണ്ണി പറഞ്ഞ ഈ ഒരു LDFന് ഇത്തവണ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചില്ല. അത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നൽ മുഴുവനും ശരിയാണെന്ന് അറിയില്ല, പക്ഷേ ടാക്സ് റിവിഷൻ വന്നു. ആ ടാക്സ് റിവിഷൻ വന്നപ്പോൾ 16-17 മുതലുള്ള ടാക്സ് അവരിൽ നിന്ന് കരസ്ഥമാക്കുകയും പലിശയും പിഴപലിശയും ഈടാക്കുകയും ചെയ്തപ്പോൾ അതൊരു വലിയ മൈനസ് പോയിന്റ് ആയിരുന്നു. അന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിൽ അത് തള്ളിപ്പറയേണ്ട ആവശ്യകതയില്ല. അവരുടെ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിയമങ്ങൾ അതാത് കാലഘട്ടത്തിൽ എടുക്കാത്തതിൻ്റെ ദോഷം ഇപ്പോഴത്തെ ഭരണസമിതി ഏറ്റെടുക്കേണ്ടി വന്നു. ഏതു പാർട്ടിക്കാർ പിന്തുണച്ചാലും എതിർത്താലും
മത്സരിച്ചാൽ ജയം, അത് നമ്മുടെ റോസി ചേച്ചിക്കൊപ്പമാണ്. മത്സരിച്ചാൽ ജയിക്കാൻ റോസി ചേച്ചിയെ വേണമെന്ന നിലയിലാണ് ഓരോ പാർട്ടിക്കാരും. അതുപോലെ വിലപ്പെട്ടതാണ് ഈ 72-കാരിയുടെ ജീവിതവും. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ഐന്തോൾ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്ന് തൃശൂർ കോർപ്പറേഷനിലേക്ക് കൌൺസിലറായി 2ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ട UDF-ലെ A. പ്രസാദ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേതൃത്വപരമായ കഴിവ് തെളിയിച്ച ആളാണ് പ്രസാദ്. KPCC സെക്രട്ടറി, തൃശൂർ ഫാർമേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രസാദ് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിയാണ്. പഠനകാലത്ത് KSUവിലൂടെയാണ് പൊതുപ്രവർത്തനത്തിന് തുടക്കമിടുന്നത്. ശ്രീ കേരളവർമ്മ കോളേജിലും തൃശൂർ ലോ കോളേജിലും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലും KSU പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. KSU ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം, സംസ്കൃത സർവകലാശാല ക്യാമ്പസ് യൂണിയൻ ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചു. സിവിൽ സ്റ്റേഷൻ ഡിവിഷനകത്ത് റോഡുകളുടെ അല്ലെങ്കിൽ മറ്റ് പ്രധാന വിഷയങ്ങളൊക്കെ തന്നെ ഒരുവിധം പരിഹരിക്കപ്പെട്ട് പോയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ അത് പട്ടികളുടെ ശല്യം അതിരൂക്ഷമായൊരു പ്രശ്നമാണ്. കാരണം കളക്ടറേറ്റ് മുൻവശത്ത് ഫുട്പാത്തിലൂടെയൊക്കെ നടക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ പാർക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. വളരെ ഭയാനകമായ രീതിയിൽ ഈ തെരുവുനായകളുടെ ശല്യം കൂടി വരുന്നുണ്ട്. ഒപ്പം പശുക്കളുടെ ഒരു പ്രശ്നം, അത് ഇവിടെ വാഹന അപകടം ഏതാണ്ട് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രധാനമായും ഈ കളക്ടറേറ്റ് മുൻവശത്ത് ആളുകൾ അലട്ടുന്ന പ്രശ്നം ഈ പക്ഷികളുടെ ശല്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ കടകൾക്കായാലും അല്ലെങ്കിൽ ബസ് കയറാൻ നിൽക്കുന്ന കുട്ടികൾക്കായാലും ജോലിക്ക് പോകുന്ന ആൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ പക്ഷി ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ എന്തെല്ലാം നിയമപരമായി ചെയ്യാൻ സാധിക്കുമോ? കാരണം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം പല ആളുകളും ഇവരെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കടന്നു വരുന്ന കാലഘട്ടം കൂടിയാണ്. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യും. പിന്നെ ചെറിയ ചില പ്രദേശങ്ങൾക്ക് റോഡുകളുടെ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ച് മുന്നോട്ട് പോകും. 2015-20 കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ അയ്യന്തോളിനെ പ്രതിനിധാനം ചെയ്ത കൗൺസിലറായിരുന്നു A. പ്രസാദ്. പാർട്ടി ചുമതല നിർവഹിക്കുമ്പോഴും ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തത്തോട് തികഞ്ഞ പ്രതിബദ്ധത പുലർത്തിയതിനാലാകണം വീണ്ടും ഒരു ഊഴത്തിന് ജനങ്ങൾ അവസരം നൽകിയത്. മുൻപൊരു തവണ കൗൺസിലറായിരുന്ന ഡിവിഷൻ തന്നെയാണ് ഇപ്രാവശ്യം മത്സരിച്ചത്. ചെറിയ ചില പ്രദേശങ്ങൾ ഡിവിഷനിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട് പുതിയ രൂപത്തിലാണ് ഡിവിഷൻ രൂപീകൃതമായതെങ്കിലും ഡിവിഷൻ്റെ പൊതുസ്വഭാവത്തെ അങ്ങനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഡിവിഷനകത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത്. നല്ല രീതിയിലുള്ള ജനപിന്തുണ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തരവാദിത്തമേറിയ ചുമതലകൾ നിർവഹിക്കുമ്പോൾ അധ്യാപികയായ ഭാര്യയും വിദ്യാർത്ഥികളായ മക്കളും നൽകുന്ന പിന്തുണ വിലമതിക്കാനാകാത്തതാണെന്ന് പ്രസാദ് പറഞ്ഞു. KPCC സെക്രട്ടറിയായും മികച്ച സഹകാരിയായും പ്രവർത്തന പാരമ്പര്യമുള്ള പ്രസാദാണ് തൃശൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ. സിവിൽ സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാമ്പുപിടുത്തവും ജനസേവനവും ഒരുപോലെ ഏറ്റെടുത്ത വീരാൻകുട്ടി. പുനയൂർ പഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നാണ് വീരാൻകുട്ടി ജയിച്ചു കയറിയത്. എടക്കഴിയൂർ തെക്കേ മദ്രസ പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടിക്ക് പാമ്പുപിടുത്തവും ജനസേവനവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. 38 വർഷം പ്രവാസ ജീവിതം നയിച്ച വീരാൻകുട്ടി 2020-ലാണ് നാട്ടിൽ തിരികെ എത്തിയത്. തുടർന്ന് പാമ്പുപിടുത്തം സേവന പ്രവർത്തനമായി ഏറ്റെടുത്തു. പിതാവിൽ നിന്നാണ് തനിക്ക് ഈ ധൈര്യം ലഭിച്ചതെന്ന് വീരാൻകുട്ടി പറഞ്ഞു. ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാരണം തന്നെ എൻ്റെ ഉപ്പയാണ് ഇവിടെ പാമ്പിനെ പണ്ട് കാലത്തൊക്കെ പിടിച്ചിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉപ്പയാണ്
ഇവിടെ പാമ്പിനെ പിടിച്ചത്. അന്ന് സോഷ്യൽ മീഡിയ ടെലിഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പന വന്നിട്ട് ആൾക്കാർ വിളിച്ച് പോകലാണ്. അപ്പോൾ ഉപ്പാടെ കൂടെ ഞാൻ പോയിരുന്നതാണ്. ഏറ്റവും മാരകമായ അണിലിനെ തന്നെ ഒരു 10-20 ഈ ചാവക്കാട്, പാവർട്ടി, പാങ്ങ്, എടക്കിളിയൂർ, മണ്ണലാങ്കുന്ന്, പാലപ്പെട്ടി, കൊരഞ്ഞൂർ ഇങ്ങനെ ഭാഗങ്ങളിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ പരിശീലനത്തിന് ശേഷം സ്നേക്ക് റെസ്ക്യൂ സർട്ടിഫിക്കറ്റ് നേടിയ ഇദ്ദേഹം 5 വർഷ കാലയളവിൽ 400-ൽ പരം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് പൊന്നിയൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായ വീരാൻകുട്ടിക്ക് തന്റെ വാർഡിൽ മത്സരിക്കാനുള്ള ദൗത്യം പാർട്ടി ഏൽപ്പിക്കുന്നത്. വോട്ട് പിടുത്തത്തിനിടയിൽ പാമ്പ് പിടുത്തവുമായി മുന്നോട്ട് പോയ വീരാൻകുട്ടി നിലവിലെ LDF അംഗം രജനി ടീച്ചറെ 86 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പഞ്ചായത്ത് അംഗമായത്. TCV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ നഗരസഭയിൽ 2 പതിറ്റാണ്ടിലധികമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന ചന്ദ്ര രാമകൃഷ്ണൻ ഇനി ഭരണ നേതൃരംഗത്ത്. 5 വർഷത്തേക്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് ഇവർ ജനസേവനത്തിനിറങ്ങുന്നത്. 28-ാം വാർഡിൽ നിന്ന് കൈപ്പത്ത് ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി 376 വോട്ട് നേടിയാണ് ചന്ദ്ര വിജയിച്ചത്. 203 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. 22 വർഷമായി ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ജൈവമാലിന്യം ശേഖരിക്കുന്ന ജോലിയാണ്. സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഇവരുടെ ഭർത്താവ് 9 വർഷം മുൻപ് മരിച്ചു. പ്രാരാബ്ദങ്ങളെ തനിച്ച് നേരിട്ട് 3 പെൺമക്കളെയും ബാങ്ക് ജീവനക്കാരാക്കി. വാർഡിലെ ഓരോ വീട്ടുകാരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയായതിനാലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ചന്ദ്രജിയെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല. 20 വർഷത്തിലധികമായി ഗുരുവായൂർ നഗരസഭയുടെ ശുചീകരണ വിഭാഗത്തിൽ തൊഴിലാളിയാണ്. CDS മെമ്പറാണ്. വളരെ സജീവമായി കുറെ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ കനകേച്ചി എന്ന് പറയുന്ന ചന്ദ്രേച്ചിയാണ് ഞങ്ങൾക്കൊക്കെ കൗൺസിലറായിട്ടുള്ളത്. ഞാനായിരുന്നു ഇതിന് മുമ്പ് ഇവിടെ ജനപ്രതിനിധി ആയിരുന്നത്. എനിക്ക് ശേഷം പ്രിയപ്പെട്ട ചന്ദ്രേച്ചിയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 25 വർഷം മുൻപ് ഈ വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയിക്കെതിരെയായിരുന്നു മത്സരം. ഈ തോൽവിയിൽ നിന്നുള്ള പാഠമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകിയത്. ഇത്തവണ ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് മത്സര രംഗത്ത് സജീവമായത്. അവധി 5 വർഷത്തേക്ക് കൂടി നീട്ടി വാർഡിൽ സജീവമാകാനാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു. ഞാൻ 22 വർഷം പോലെയായി കുടുംബശ്രീ ഹരിതകർമ്മസേന 2 ഇപ്പോഴായത്. അത് സിറ്റി സാനിറ്റേഷൻ ഗ്രൂപ്പ് തന്നെ ഒരു സംരംഭമായിരുന്നു. ഇപ്പോൾ ഹരിതകർമ്മസേന 2 എന്ന സംരംഭം തുടങ്ങി. അതിലിപ്പോ നിന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഇലക്ഷൻ നിന്നത്. ഇലക്ഷൻ നിന്നപ്പോ ജയിച്ച കാലത്താലും ഇനിയിപ്പോ സംരംഭത്തിന് ഞാൻ ലീവ് എടുത്ത് നിൽക്കുകയാണ്. ഇനിയുള്ള ഈ 4-5 വർഷം ഇവിടെ എന്നെ ചേർത്ത് പിടിച്ച് വോട്ട് ജയിപ്പിച്ച ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാം. TCV ന്യൂസ്, ഗുരുവായൂർ. ക്രിസ്തുമസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിനെ വരവേൽക്കാൻ നാട് ഒരുങ്ങുകയാണ്. പുതുമയ്ക്കൊപ്പം പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന ഉൽപ്പന്നങ്ങൾ നിറം ചാർത്തുന്ന ക്രിസ്മസ് വിപണിയിൽ തിരക്കേറുകയാണ്. ക്രിസ്മസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എങ്കിലും ദിവസങ്ങൾക്ക് മുന്നേ തൃശ്ശൂരിലെ ക്രിസ്മസ് വിപണി സജീവമാണ്. നക്ഷത്രങ്ങൾ മുതൽ ക്രിസ്മസ് പാപ്പമാർ വരെ പുതുപുത്തൻ ട്രെൻഡി ഐറ്റംസ് ആണ് ഇക്കുറി വിപണിയെ കീഴടക്കിയിരിക്കുന്നത്. ഒരു മാസം മുൻപ് തന്നെ പുത്തൻപള്ളിയും ക്രിസ്മസ് വർണ്ണങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. നഗരത്തിന് അകത്തും പുറത്തുനിന്നുമായി ആയിരങ്ങൾ എത്തുന്ന മാർക്കറ്റ് ഉണരുന്നത് വൈകുന്നേരത്തോടുകൂടെയാണ്. വിവിധ നിറങ്ങളുള്ള നക്ഷത്രങ്ങൾ, വിവിധ വലുപ്പങ്ങളിലുള്ള പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീകൾ, സാന്താക്ലോസ് രൂപങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ് വിപണി. മൊത്തമായും ചില്ലറയായും ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. അധികം ഉൽപ്പന്നങ്ങളും ചൈനീസ് മാർക്കറ്റിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. ഐറ്റംസ് ഒക്കെ കൂടുതൽ വരുന്നത് പുറത്ത് തന്നെയാണ്. ചൈനയുടെ ഐറ്റംസ് ഡെക്കറേഷൻ കൂടുതൽ വരുന്നത്. പിന്നെ ക്രിബൊക്കെ നമ്മൾ തൃശ്ശൂർ ഉണ്ടാക്കുന്നത്. ട്രീ, നോർമൽ ട്രീ ഉണ്ട്, സ്നോ ട്രീ ഉണ്ട്. പിന്നെ വെറൈറ്റി നോർമൽ നമ്മൾ ബോളുകൾ തന്നെ റെഡ് കളർ, സിംഗിൾ കളർ റെഡ് കളേഴ്സ്, ബെൽസും ഗോൾഡ് സിൽവർ മാത്രമായിട്ടുണ്ട്. ബലൂൺസ്, ടൈ, ഇതേപോലത്തെ ടൈ, ക്യാപ്പ്, വെൽവെറ്റ് ക്യാപ്പ്, സ്പ്രിംഗ് ക്യാപ്പ്, വലിയ കുഴപ്പമില്ലാത്ത തിരക്കിലാണ് കച്ചവടം നടക്കുന്നുണ്ട്. മഞ്ഞുകണങ്ങൾ മൂടിയ ക്രിസ്മസ് ട്രീയും 10 രൂപ മുതൽ തുടങ്ങുന്ന അലങ്കാര വസ്തുക്കളും അതിനനുയോജ്യമായ ഫെയറി ലൈറ്റുകളും വിപണിയെ വർണ്ണാഭമാക്കുന്നു. ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഐറ്റംസും റേറ്റാണ് ഞങ്ങളുടെ കയ്യിൽ. ഏറ്റവും നന്നായിട്ട് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാവുന്ന ഐറ്റംസാണ്. നമ്മൾ 5 രൂപ തൊട്ട് തുടങ്ങി
പിന്നെ നമ്മൾ 1000, 2000, 3000, 4000 രൂപയ്ക്ക് 5000 വേണമെങ്കിൽ ഐറ്റംസ് പാർട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം ഇറക്കുന്ന സാധനങ്ങളാണ്. ചൈനീസ് മാർക്കറ്റിൽ നിന്ന് പ്രത്യേകം ഇറക്കുന്ന സാധനങ്ങൾ. ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട് കുറച്ച്. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വേണ്ട എല്ലാവിധ ക്രിസ്മസ് സാമഗ്രികളും സാധ്യമായ വിലയിൽ ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാണ് എന്നത് ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമാണ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാണ്. എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് എല്ലാം കിട്ടി. ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാം ഇവിടെ തന്നെ കിട്ടും. വിപണി അങ്ങനെ സജീവമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടയിൽ അകപ്പെട്ട 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് രക്ഷകരായി ലൈഫ് ഗാർഡുകൾ. സ്നേഹതീരം ബീച്ചിലെ ലൈഫ് ഗാർഡുകളും പീച്ചി സ്വദേശികളുമായ TP ബിബീഷ്, KG ഐസക് എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് രക്ഷകരായത്. കോയമ്പത്തൂർ PSG എഞ്ചിനീയറിംഗ് കോളേജിലെ 11 വിദ്യാർത്ഥികളാണ് ബീച്ചിലെത്തിയത്. ഇവരിൽ 8 പേരാണ് കടലിൽ ഇറങ്ങി കുളിച്ചത്. കുളിക്കുന്നതിനിടെ ദേവശങ്കർ, അക്ഷയ് എന്നിവരാണ് കടലിൽ അകപ്പെട്ടത്. വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് കണ്ട് ലൈഫ് ഗാർഡുകളായ ബിബീഷും ഐസക്കും കടലിലേക്ക് ചാടി രക്ഷപ്പെടുത്തുകയായിരുന്നു. യുവതി ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനും ഭർതൃമാതാവിനും തടവും പിഴയും ശിക്ഷ. ചേറ്റുവ സ്വദേശി ബഷീറിന്റെ മകൾ സജന ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തുള്ള ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിലാണ് ഭർത്താവ് കറുപ്പം വീട്ടിൽ റഷീദിനെയും മാതാവ് ബീവിയെയും ആത്മഹത്യാ പ്രേരണ കേസിൽ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. റഷീദിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പ്രായം കണക്കിലെടുത്ത് ബീവിക്ക് 20 ദിവസത്തെ വെറും തടവ് ശിക്ഷയും 25,000 രൂപ പിഴയുമാണ് വിധിച്ചത്. പ്രതികളിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ സജനയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നതായി കോടതി കണ്ടെത്തി. 2018 ഡിസംബർ 15-നാണ് യുവതി ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. സർഗസാഹിതി പ്രതിഭാ പുരസ്കാരങ്ങളും നീർമാതളം കാവ്യമുദ്ര കവിതാ പുരസ്കാരങ്ങളും തൃശൂരിൽ വിതരണം ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന പുരസ്കാര വിതരണം ഡോക്ടർ പി കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നീർമാതളം എഡിറ്റർ CG അശോകൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിശിഷ്ടാതിഥികളായ അഭിനേതാവ് TG രവി, സംഗീത സംവിധായകൻ മോഹൻ സിത്താര, കവിയും അധ്യാപകനുമായ നിസാർ ഇൽത്തുമിഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. N ശ്രീകുമാർ, രാജലക്ഷ്മി മഠത്തിൽ, ശ്രീദേവി അമ്പലപുരം, TG രവി, മോഹൻ സിത്താര, നിസാർ ഇൽത്തുമിഷ് തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ കാര്യമാണ്. സുകുമാരനോട് പറയും, ഇന്ത്യൻ പ്രസിഡന്റിനോട് പോലും താനിപ്പോൾ സുകുമാരനോടിൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസർ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ CA കൃഷ്ണൻ രചിച്ച കാഴ്ചക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എഴുത്തുകാരനും സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയുമായ ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ P ശങ്കരനാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. MN ബാലകൃഷ്ണൻ, സരസ്വതി ടീച്ചർ, ബേബി മൂക്കൻ, അഡ്വക്കേറ്റ് PR സുരേഷ്, CK ശങ്കരനാരായണൻ, നരേന്ദ്രൻ, ഗ്രന്ഥകാരൻ CA കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കിസ് ഭവൻ ഡയറക്ടർ ഫാദർ തോമസ് വാഴക്കാല ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. കരീം വെങ്കിടങ്ങ്, ആശുപത്രി ഡയറക്ടർമാരായ PB മൊയ്തു, CK വിനോദ്, KS ജോൺസൺ, വൈസ് പ്രസിഡന്റ് E സത്യഭാമ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ആരും കൊതിക്കുന്ന വിലക്കുറവിൽ ടാറ്റയുടെ സ്വപ്നവാഹനം സ്വന്തമാക്കാനുള്ള സുവർണ അവസരമൊരുക്കി തൃശൂർ പുഴയ്ക്കൽ ഹൈസൺ മോട്ടോഴ്സ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ ടു റിമംബർ എന്ന സ്പെഷ്യൽ ഓഫറിലൂടെ ടാറ്റയുടെ ജനപ്രിയ മോഡലുകളിലൊന്നായ ടിയാഗോ വെറും 5 ലക്ഷം രൂപയെന്ന ഓൺ റോഡ് വിലയിൽ ലഭ്യമാക്കുകയാണ് ഹൈസൺ മോട്ടോഴ്സ്. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റുകളിലൂടെയും EMIയിലൂടെയും ഏറ്റവും ഉയർന്ന വിലക്കുറവിൽ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ബ്ലോക്ക് ബസ്റ്റർ ഓഫറുകളിലൂടെ ഹൈസൺ ഷോറൂം സജ്ജമാക്കിയിരിക്കുന്നത്. ടാറ്റയുടെ നെക്സോൺ, പഞ്ച്, അൾട്രോസ്, ഹാരിയർ, സഫാരി കൂടാതെ ഇവയുടെ ഇലക്ട്രിക് വാഹനങ്ങളും അതിശയിപ്പിക്കുന്ന ഓഫറുകളിലൂടെ വാഹനപ്രേമികൾക്ക് സ്വന്തമാക്കാം. ഓരോ 30 മിനിറ്റ് യാത്രയിലും ഓരോ സർവീസ് സെന്റർ സേവനം ലഭ്യമാക്കുന്ന ഹൈസൺ മോട്ടോഴ്സ്
ബുക്ക് ചെയ്താൽ ഉടനടി വാഹന ഡെലിവറിയും ചെയ്തു നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഡിസംബർ 31 വരെയാണ് അതിശയിപ്പിക്കുന്ന ഈ ഓഫറിന്റെ കാലയളവ്. പരിമിതമായ സ്റ്റോക്കുകളോടുകൂടി നടക്കുന്ന ഏറ്റവും വലിയ ഓഫറിലൂടെ ടാറ്റ വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിന് പുറമെ ടാറ്റയുടെ ഏറ്റവും പുതിയ SUV-യായ ടാറ്റ സിയറയുടെ ബുക്കിംഗും ഹൈസൺ മോട്ടോർ ഷോറൂമിൽ ആരംഭിച്ചു. പുഴയ്ക്കലിന് പുറമെ മരത്താക്കര, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, വടക്കാഞ്ചേരി, ചന്ദ്രാപ്പിന്നി, കുന്നംകുളം, EV സ്റ്റോർ, കുട്ടനെല്ലൂർ എന്നിവിടങ്ങളിലും ഹൈസൺ മോട്ടോഴ്സിന്റെ ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അന്തരിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ. വിടവാങ്ങിയത് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടുകർമ്മം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ജനുവരി 14-ന് തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് 26-ന്, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വഴിയോര കച്ചവടക്കാരന് ക്രൂരമർദ്ദനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ ഇടതുകൈയുടെ എല്ലുപൊട്ടി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. എടവിലങ്ങ് കാരയിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. അമോണിയം പ്ലാന്റിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ച ഉണ്ടായത്. അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.